വെൽക്കം ബാക്ക് ടു സാർ ലേണിംഗ് അഖില മിസ് ആണ്. സോ നമുക്കറിയാം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിനായിട്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ സമയവും നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ബേസിക് സയൻസിലെ ക്രിസ്മസ് എക്സാമിലേക്ക് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ടൈനി ചാമ്പേഴ്സ് ഓഫ് ലൈഫ് അല്ലെ, ജീവന്റെ കുഞ്ഞറകൾ എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങളൊക്കെ മക്കൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കും ടെക്സ്റ്റ് മാറിയതല്ലേന്ന്. ടെക്സ്റ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സിലബസ് മാറിയിട്ടുണ്ടെങ്കിലും ഈ കോൺസെപ്റ്റ് ഒക്കെ എന്തുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷവും പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോർട്ട് ചെയ്തിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ആൻഡ് ഓരോന്നിന്റെയും ആൻസേഴ്സ് പറയാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കാം. രണ്ട് പിക്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, പിക്ചർ 1 ആൻഡ് പിക്ചർ 2. എന്താ ക്വസ്റ്റ്യൻ എന്നറിയാവോ? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സെല്ലിനെ പറ്റിയാണെന്നൊക്കെ അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എ ആൻഡ് ബി ആർ ഡിഫറെന്റ് പാർട്സ് ഓഫ് സെൽ, നെയിം ദം അല്ലെ. എയും ബിയും എന്താണ്, കോശങ്ങളുടെ വിവിധ ഭാഗങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം, അതിന്റെ പേര് എഴുതാനാണ്. അപ്പൊ എ ഇതാണ്, ബി ഇതാണ് അല്ലെ. നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന രണ്ട് സെല്ലുകൾ ഉണ്ട്, രണ്ട് പിക്ചേഴ്സ് ഉണ്ട്. അവിടെ രണ്ട് പിക്ചേഴ്സിലായിട്ട് എ എന്ന് മാർക്ക് ചെയ്തത് ഇതാ അതിന്റെ ഉള്ളിലേക്കാണ് ഈ എന്ത് ചെയ്തിട്ട് നമ്മുടെ ലൈന് പോയിരിക്കുന്നത് അല്ലെ. ബി എന്ന് പറയുമ്പോൾ ഇതാ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു പാർട്ടാണ്. മിസ് ഒന്നുകൂടെ വരച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമുക്കറിയാം രണ്ട് ടൈപ്പ് സെല്ലിൽ കാണപ്പെടുന്ന രണ്ടാൾക്കാരാണ് ഇവര്. അപ്പൊ എ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി അല്ലെ, സെല്ലിന്റെ ഉള്ളിലുള്ള ദ്രവ്യത്തിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോശദ്രവ്യം അഥവാ എന്താണ്, സൈറ്റോപ്ലാസം ആണ് അല്ലെ. സോ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, എ എന്താണ്, നമ്മുടെ സൈറ്റോപ്ലാസം ആണ് അല്ലെ. സൈറ്റോപ്ലാസം മലയാളത്തിലാണെങ്കിൽ എന്ത് പറയും നമ്മള്, കോശദ്രവ്യം അല്ലെ, കോശദ്രവ്യം എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടി വരും, നമ്മുടെ സെല്ലിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ സെല്ലിന്റെ ഉള്ളിലേക്കാണ് അത് പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിൽ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ പേര് നമ്മൾ എഴുതി കൊടുത്തു. ഇനി താഴെ നിങ്ങൾ നോക്കിയേ, താഴെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ കുറച്ച് എന്താണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അല്ലെ, നമ്മുടെ ഒരു സെല്ലിന്റെ എന്താണ് കേന്ദ്രഭാഗം, ഒരു സെല്ലിന്റെ എന്താണ് സെന്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മാർക്ക് ചെയ്യാം, ന്യൂക്ലിയസ് ആണത്. കാണുമ്പോൾ തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ന്യൂക്ലിയസ് എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെയുള്ള ചിത്രങ്ങൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ നോക്കിയോ, നിങ്ങൾ അടുത്ത ചോദ്യം എന്താണ്, ഐഡന്റിഫൈ സെൽസ് 1 and 2 അല്ലെ. ഇത്രയും നേരം നമ്മൾ എഴുതിയത് സെല്ലിന്റെ അകത്തുള്ള ഓരോ ഭാഗത്തിന്റെ പേര് മാത്രമായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് കോശം 1ഉം 2ഉം തിരിച്ചറിയാൻ. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ രണ്ട് പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് രണ്ടും എന്താണ്, കോശങ്ങളാണ്, പക്ഷേ രണ്ട് തരമാണ് അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സെല്ലിന്, ഈ ഒരു കോശത്തിന് കൃത്യമായിട്ട് അല്ലെ ഒരു എന്താണ് നമ്മൾ പറയില്ലേ, ഒരു ബൗണ്ടറി അല്ലെങ്കിൽ എന്താണ്, ഒരു വാൾ, ഒരു ഭിത്തിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അടുത്ത സെല്ലിന് അങ്ങനെ ഒരു കാര്യമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാനായിട്ട് പറ്റുന്നില്ല അല്ലെ. അത്ര കട്ടിയുള്ള ഒരു വാളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭിത്തിയോ ഒന്നും നമ്മൾ അവിടെ കാണുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ ഉറപ്പിച്ചു, ആ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ നമ്മൾ ഉറപ്പിച്ചു, ഇത് എന്താണ്, ഇതൊരു പ്ലാന്റ് സെല്ലാണ് ആൻഡ് ഇത് എന്തായിരിക്കും, ഇതൊരു ആനിമൽ സെൽ ആയിരിക്കും അല്ലെ. ഇപ്പൊ പിക്ചർ 1 എന്ന് പറയുന്നത് എന്താണ്, എന്താ ഇവിടെ എഴുതുവാണ്, സെൽ 1 അല്ലെ, സെൽ അല്ലെങ്കിൽ കോശം 1 എന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ എഴുതുവാണ്. ഒന്നാമത്തത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് 1 അല്ലെ. ഫസ്റ്റ് 1 ആരാണ്, ഒരു പ്ലാന്റ് സെല്ലാണ് അഥവാ ഒരു സസ്യകോശമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ അടുത്തത് ആരാണ്, സെൽ അല്ലെ 2 അഥവാ നമ്മുടെ രണ്ടാമത്തെ കോശം എന്ന് പറയുന്നത് ഇവിടെ നോക്കിയോ, ഇവിടെ എന്തില്ല, സെൽ വാള് കാണുന്നുണ്ടോ, കോശഭിത്തി കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. നേരെ ഇതാ സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ അല്ലെ, കോശസ്തരം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എവിടെയാണ്, ഇത് നമ്മുടെ ആനിമൽ സെല്ലാണ് അല്ലെ. അപ്പൊ ആനിമൽ സെല്ലിനെയും പ്ലാന്റ് സെല്ലിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നോക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. നോക്കിയേ നിങ്ങൾ അടുത്തൊരു ചോദ്യം, റൈറ്റ് എനി ടു സ്ട്രക്ചറൽ ഡിഫറൻസ്
ഡിഫറൻസസ് ഇൻ ദി സെൽ, ഈ കോശങ്ങളുടെ ഘടനാപരമായിട്ടുള്ള 2 വ്യത്യാസങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? അപ്പൊ ഈ പ്ലാന്റ് സെല്ലും ഈ ആനിമൽ സെല്ലും അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഇതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് വ്യത്യാസം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതുക ആരെ തന്നെയാണ്, നമ്മുടെ സെൽ വാളിനെ തന്നെയാണ് അല്ലെ, കോശഭിത്തിയെ തന്നെയാണ്. കാരണം നമുക്കറിയാം ഇതാണ് നമ്മുടെ ഒരു ആനിമൽ സെല്ല്. ആനിമൽ സെല്ലിന്റെ ഓരോ ഭാഗവും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ് സെല്ല് പഠിക്കുന്നത്. അപ്പൊ പ്ലാന്റ് സെല്ല് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്ലാന്റ് സെല്ലിന്റെ ഏറ്റവും പുറത്തായിട്ടുള്ള സെൽ വാൾ അഥവാ കോശഭിത്തി അല്ലെ ആർക്കുണ്ടായിരുന്നില്ല, നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ള നമ്മളുടെ ആനിമൽ സെല്ലിനുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അത് തന്നെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഒരു ഡിഫറൻസ് കൂടെ ഉണ്ടായിരുന്നു, 2 വ്യത്യാസങ്ങൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് 2 എണ്ണം പഠിച്ചിട്ടുമുണ്ട്. രണ്ടാമത്തെ ഏതാണ്, ദാ ഈ ചിത്രം നോക്കിയിട്ട് അടുത്ത ചിത്രം നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവിടെ ഒരാളെ നമ്മൾ അധികമായിട്ട് കാണുന്നുണ്ട് അല്ലെ. ആരാണത്, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് മലയാളത്തിൽ മിസ് ഇവിടെ എഴുതുന്നുണ്ടേ, ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്താണ്, ഈ പറഞ്ഞ പോലെ പ്ലാന്റ് സെല്ലിലാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത്. ആനിമൽ സെല്ലിൽ നമ്മൾ എന്ത് കാണുന്നില്ല, ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലെ. ബാക്കിയെല്ലാം കോമൺ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഈ 2 വ്യത്യാസങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ കൃത്യമായിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. സെൽ വാൾ കോശഭിത്തി ഉണ്ട്, അത് നമുക്ക് തന്നെ അറിയാം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, കോശത്തെ സംരക്ഷിക്കാനുള്ള ഒരു കട്ടിയുള്ള നമ്മൾ ചുമരൊക്കെ വരയ്ക്കണ പോലെ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഒക്കെ ഇടുന്നത് പോലെയുള്ള സംഭവമാണ്. പ്ലാന്റ് സെല്ലിന് മാത്രമേ അതുള്ളൂ. ഇനി ജന്തുകോശത്തിൽ ഇല്ലാത്ത മറ്റൊരാളാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലോറോഫിൽ ഓർമ്മ വരും അല്ലെ. ക്ലോറോഫിൽ എന്താണ്, ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ നമുക്ക് പറയാം ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. ഇത് രണ്ടുമാണ് നമ്മുടെ എന്ത് പ്രധാനപ്പെട്ട 2 വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിലും അതുപോലെ മറ്റ് ചാപ്റ്റേഴ്സിലുമായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്, എക്സാം എഴുതാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ വജ്ര ബാച്ച് അല്ലെ. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്കായിട്ട് ഇപ്പൊ നമ്മുടെ എന്താണ് ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാമും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മെഗാ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ 6th എല്ലാ മക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.